നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കാര്യങ്ങളൊന്നും ശരിയാകാത്തത്? എന്തുകൊണ്ടാണ് മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥത? പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? ആത്മീയ വിശ്വാസപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ചില സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. ഇത് ദൈവം പാടെ ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ജീവിത രീതികളും പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണുക, അല്ലേ? ഈ അധ്യായത്തിൽ ദൈവാനുഗ്രഹം കുറയുന്നു എന്ന് സൂചിപ്പിക്കുന്ന 7 പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ആദ്യത്തെ ലക്ഷണമാണ് മനസ്സിൻ്റെ സമാധാനം കുറയുക എന്നത്. പുറത്ത് എല്ലാം ശരിയാണെങ്കിലും ഉള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക, അകാരണമായ ഭയം അലട്ടുക, നെഗറ്റീവ് ചിന്തകൾ വർദ്ധിക്കുക തുടങ്ങിയവ മനസ്സിൻ്റെ ഊർജത്തെ ബാധിക്കാം. ആത്മീയമായ മാർഗത്തിൽ പറയുന്നത്, മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ദൈവിക അനുഗ്രഹം കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ്. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും മാറ്റിവെക്കുക എന്നത് മനസ്സിനെ ശാന്തമാക്കും. രണ്ടാമത്തെ ലക്ഷണമാണ് തുടർച്ചയായി നല്ല അവസരങ്ങൾ കൈവിട്ടു പോകുന്ന അനുഭവം. നമ്മുടെ അശ്രദ്ധ, തെറ്റായ തീരുമാനങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ എന്നിവ പലപ്പോഴും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താം. ആത്മീയമായ വിശ്വാസത്തിൽ ദൈവാനുഗ്രഹം ഉള്ളപ്പോൾ ശരിയായ സമയത്ത് ശരിയായ വഴികൾ തുറക്കപ്പെടുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഓരോ തീരുമാനങ്ങൾക്ക് മുമ്പും പ്രാർത്ഥനയോടെ ചിന്തിക്കുക. മൂന്നാമത്തെ ലക്ഷണമാണ് ഭവനത്തിലെ സമാധാനം കുറയുക എന്നത്. കാരണമില്ലാത്ത വഴക്കുകൾ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ, എപ്പോഴും ഒരു ഭാരമുള്ള അന്തരീക്ഷം എന്നിവ അനുഭവപ്പെടുമ്പോൾ ജീവിതത്തിലെ ഊർജത്തെ പരിശോധിക്കേണ്ടതാണ്. വീട്ടിൽ പ്രാർത്ഥന, നല്ല വാക്കുകൾ സംസാരിക്കുക, പരസ്പരം ബഹുമാനിക്കുക എന്നിവ വർദ്ധിപ്പിക്കുന്നത് ഭവനത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. നാലാമത്തെ ലക്ഷണമാണ് ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കുറയുക എന്നത്. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ആത്മീയ ചിന്തകൾ എന്നിവയുടെ താല്പര്യം കുറയും. മനസ്സ് എപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ മാത്രം ഒഴുകുമ്പോൾ ഉള്ളിലെ ആത്മബന്ധം തീർച്ചയായും ദുർബലമാകും. ദിവസവും കുറച്ച് നേരമെങ്കിലും മന്ത്രജപം, സ്തോത്രപാരായണം, ധ്യാനം എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നത് ആത്മീയ ശക്തി വർദ്ധിപ്പിക്കും. അഞ്ചാമത്തെ ലക്ഷണമാണ് തെറ്റായ ശീലങ്ങൾ വർദ്ധിക്കുക എന്നത്. ജീവിതത്തിൽ നെഗറ്റീവ് ശീലങ്ങൾ വർദ്ധിക്കുക, അതായത് അമിത കോപം, അസൂയ, കള്ളം പറയൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ, ഇവയെല്ലാം മനസ്സിൻ്റെ ശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നു. ആത്മീയമായി പറയുമ്പോൾ നല്ല ചിന്തകളും സൽപ്രവൃത്തികളും ദൈവിക അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നതാണ്. ആറാമത്തെ ലക്ഷണമാണ് എല്ലായ്പ്പോഴും ഭാഗ്യം എതിരാണെന്ന് തോന്നുക. അതായത് എന്ത് ചെയ്താലും പരാജയം മാത്രം അനുഭവപ്പെടുന്നു എന്ന തോന്നൽ. ചില സമയങ്ങളിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാം. അത്തരം സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളും മോശം ചിന്തകളും തിരുത്തി മുന്നോട്ട് പോകണം. പ്രാർത്ഥനയും നല്ല കർമ്മങ്ങളും ജീവിതത്തിൽ സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നു. ഏഴാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നന്ദി കുറയുകയും അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യുക. നമുക്ക് ലഭിച്ച നല്ല കഴിവുകൾ, ആരോഗ്യം, നല്ല ബന്ധങ്ങൾ എന്നിവയ്ക്ക് നന്ദി പറയുന്നത് ആത്മീയമായി വളരെ പ്രധാനമാണ്. അഹങ്കാരം കുറച്ച് വിനയം വളർത്തുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും തീർച്ച. ആത്മീയ വിശ്വാസപ്രകാരം ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ
ചെയ്യാനുള്ള ചില എളുപ്പ വഴികൾ പറഞ്ഞു തരാം. ആദ്യത്തേത്, രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഈ ജീവിതത്തിനും ആരോഗ്യത്തിനും ദൈവത്തിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. നന്ദിയുള്ള മനസ്സ് ആത്മീയമായി ഉയർന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തേത്, ദിവസവും കുറച്ചു നേരം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുക. വലിയ പൂജകൾ ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളിലും 5-10 മിനിറ്റ് നാമജപമോ ധ്യാനമോ ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തേതാണ്, മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുക. ആത്മീയ പാരമ്പര്യങ്ങളിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം വളരെ പ്രധാനമായി കണക്കാക്കുന്നു. നാലാമത്തേത്, അന്നദാനം അല്ലെങ്കിൽ പരസഹായം ചെയ്യുക. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങി നൽകുക. കഴിയുന്ന രീതിയിൽ അർഹിക്കുന്നവരെ സഹായിക്കുക. കരുണയും സേവനവും ആത്മീയ വളർച്ചയുടെ ഭാഗമാണ്. അഞ്ചാമത്തേത്, വീട്ടിലെ ശുദ്ധിയും പോസിറ്റീവ് അന്തരീക്ഷവും നിലനിർത്തുക എന്നത്. നിലനിർത്തുക. വൃത്തിയുള്ള സ്ഥലം, നല്ല വാക്കുകൾ, സ്നേഹപൂർവമായ പെരുമാറ്റം എന്നിവ വീട്ടിലെ സമാധാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി കുറച്ച് ഉപായങ്ങൾ കൂടി പറയാം. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. സമയം മോശമാണ്, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന സ്ഥിതി വരികയാണെങ്കിൽ വൈകുന്നേരം 1 രൂപ നാണയവും 1 ഗ്രാമ്പുവും എടുത്ത് 7 തവണ തലയിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകാനായി പ്രാർത്ഥിച്ചുകൊണ്ട് 7 പ്രാവശ്യം ക്ലോക്ക് വൈസ്, അതായത് ഘടികാര ദിശയിൽ ചുറ്റി ഏതെങ്കിലും 4 കലയിൽ ആരും കാണാതെ എറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് വരിക. അടുത്തത്, ഒരു വഴിയും തെളിയുന്നില്ല, സമയം വളരെ മോശമാണ് എന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ വ്യാഴം, വെള്ളി, ശനി എന്നീ 3 ദിവസങ്ങളിലും ചെയ്യേണ്ട ഒരു ഫലവത്തായ ഉപായം കൂടി പറഞ്ഞു തരാം. കുളിക്കുന്ന സമയം സ്വന്തം ശരീരത്തിലൂടെ ഒഴുകുന്ന ജലത്തെ അല്പം ശേഖരിച്ച് വയ്ക്കുക. കുളി കഴിഞ്ഞ് ആ ജലത്തെ ദുരിതങ്ങൾ, കഷ്ടതകൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഴയുടെ ചുവട്ടിൽ ഒഴിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും, തീർച്ച. പ്രിയരെ, ദൈവാനുഗ്രഹം എന്നത് ഒരിക്കലും പെട്ടെന്ന് നഷ്ടമാകുന്ന ഒന്നല്ല. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവ ശുദ്ധമാക്കുമ്പോൾ ജീവിതത്തിൽ വീണ്ടും നന്മകൾ വരും. ദിവസവും ഒരു ചെറിയ പ്രാർത്ഥന, നല്ല ചിന്ത, നല്ല പ്രവൃത്തി ഇവയെല്ലാം ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കും. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.